ഇവർ ഇനി സമരം കഴിഞ്ഞേ പോകാൻ പറ്റും. എന്താ നൈറ്റിൽ മാത്രമേ പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. நைட்டு அன் டைம் ரோடு கொச்சின் ரோடு கொஞ்சம் டைவர்ஷன் அதனால் கொஞ்சம் லேட் ஆகிடுச்சு. இல்லைனா மார்னிங்லேயே ரீச் ஆகிருக்கும். அதான் கொஞ்சம் லேட் ஆகிடுச்சு. என் பேர் சண்முகராஜ். ഷിനോജ് ശ്രീ വിവരങ്ങളുമായി ചേർന്നുണ്ട് കോട്ടയത്ത് നിന്നും. ഷിനോജ്, കോട്ടയത്ത് എന്താണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ? അവിടെ ഈ യാത്രക്കാരൊക്കെ നന്നേ വലഞ്ഞിട്ടുണ്ടോ? മോത്തി, മറ്റുള്ള സ്ഥലങ്ങളെ പോലെ തന്നെ കോട്ടയത്തും ഈ യാത്രക്കാരാണ് കൂടുതലും ഈ വലങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സമീപത്ത്, കോട്ടയം ബസ് സ്റ്റാൻഡ് സമീപത്ത് ഒരു ഹോട്ടൽ പോലും ഇല്ല. അതിനാൽ തന്നെ ഈ യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നിലവിൽ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത എന്ന് പറയുന്നത്. എന്നാൽ അല്പസമയം മുൻപാണ് ഈ അടിമാലിയിൽ ഉള്ള തൊടുപുഴക്കാരനാണ്, തൊടുപുഴയിൽ തന്റെ സഹോദരൻ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട ICUവിൽ കഴിയുകയാണ്. അയാളെ കാണാൻ വന്ന ഒരു സഹോദരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിനെപ്പോലും കഴിയാതെ നിൽക്കുന്ന ഒരു സഹോദരനെ നമ്മൾ നേരത്തെ കണ്ടു. അതിന്റെ പ്രതികരണം ഉൾപ്പെടെ നമുക്ക് നേരത്തെ സംസാരിച്ചപ്പോൾ നമ്മൾ സംസാരിച്ച് കണ്ടപ്പോഴാണ്. എന്തായാലും ഇപ്പോഴും നമുക്ക് കാണാം യാത്രക്കാർ ഒരുപാട് പേര് നിൽപ്പുണ്ട്. ഇവിടെ ആകെ 2 സർവീസ് മാത്രമാണ് ഇന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി ആകെ 68 സർവീസിൽ 2 സർവീസ് മാത്രം. അത് രാവിലെ 6 മണിക്ക് മുൻപുള്ള സർവീസ് മാത്രമാണ് ഉള്ളത്. എന്തായാലും അതിനുശേഷം 6 മണിക്ക് ശേഷം മറ്റ് സർവീസുകളൊന്നും തന്നെ ഇവിടേക്ക് നടന്നിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ടായി. ഇങ്ങോട്ട് പോകാനാ ഇപ്പോൾ വയ്ക്കാം. എന്താ പറയുന്നത്? ഇപ്പോൾ ഇവർ വണ്ടി പോകത്തില്ലെന്നാണ് പറയുന്നില്ല. വഴി എന്തെങ്കിലും കണ്ടോ? ഇല്ല, ഇപ്പം അവർ പോകാനായിട്ട് സമ്മതിച്ചില്ല. ഒരു വണ്ടി പോയപ്പോഴത്തേക്ക് അവിടെ മാറ്റിയിടാൻ പറഞ്ഞു. നിങ്ങൾ പോലീസിനെ കണ്ടിട്ടൊന്നും നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതെന്ന് വിചാരിക്കണമെന്ന് പറഞ്ഞ് വിരട്ടുന്ന കണ്ടിരുന്നു. വിരട്ടി വിട്ട് എന്നിട്ട് വണ്ടി പോയി. അത് ഏതൊരു പോകുന്നു നോക്കാനായിട്ട് അവർ സ്കൂട്ടർ എടുത്ത് അതിൻ്റെ പുറകെ പോകാനായിട്ടൊക്കെ ഉള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഫ്രാങ്കോ പെട്ട് നമ്മളെ പെട്ട്